നമസ്കാരം. രാജ്യത്തിനു നേരെയുണ്ടായ ഇറാനിയൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നത് വിജയകരമായി തുടർന്ന് ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ്. ആക്രമണം ആരംഭിച്ചതു മുതൽ ഇതുവരെ രാജ്യത്തെ ലക്ഷ്യമിട്ടെത്തിയ 78 മിസൈലുകളും 143 ഡ്രോണുകളും ബഹ്റൈന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി ജനറൽ കമാൻഡ് അറിയിച്ചു. ബഹ്റൈൻ സൈനികരുടെ അസാധാരണമായ ജാഗ്രതയെയും പോരാട്ട വീര്യത്തെയും ജനറൽ കമാൻഡ് പ്രകീർത്തിച്ചു. രാജ്യം സുരക്ഷിതമാണെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ സൈന്യം സജ്ജമാണെന്നും ഔദ്യോഗിക പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ആകാശം സുരക്ഷിതമാണെന്ന് അധികൃതർ ഉറപ്പുവരുത്തി. ജനങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ കഴിയണമെന്നും അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്നും അധികൃതർ കർശന നിർദ്ദേശം നൽകി. നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങളിൽ നിന്നോ സംശയാസ്പദമായ വസ്തുക്കളിൽ നിന്നോ അകന്നു നിൽക്കുക. സൈനിക നടപടികളോ അവശിഷ്ടങ്ങൾ വീണ സ്ഥലങ്ങളോ ചിത്രീകരിക്കുന്നതിൽ നിന്നും ജനങ്ങൾ വിട്ടുനിൽക്കണം. അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ഗവൺമെന്റ് മീഡിയ ചാനലുകൾ വഴിയുള്ള ഔദ്യോഗിക വിവരങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജനവാസ മേഖലകളെയും സ്വകാര്യ സ്വത്തുക്കളെയും ലക്ഷ്യം വെച്ച് നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും ഐക്യരാഷ്ട്ര ചാർട്ടറിന്റെയും ലംഘനമാണെന്ന് ജനറൽ കമാൻഡ് ചൂണ്ടിക്കാണിച്ചു. ഇത്തരം നടപടികൾ പ്രാദേശിക സമാധാനത്തിന് വലിയ ഭീഷണിയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ബഹ്റൈനിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്കു നേരെയും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. വ്യാഴാഴ്ച രാത്രിയുണ്ടായ ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയെന്നും ശുദ്ധീകരണശാലയുടെ പ്രവർത്തനം തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. എങ്കിലും അറബ് ഗൾഫ് രാജ്യങ്ങളുടെ ജീവനാഡിയായ എണ്ണ വ്യവസായത്തെ ലക്ഷ്യം വെച്ച് ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളുടെ ഭാഗമാണിതെന്ന് NDTV റിപ്പോർട്ട് ചെയ്തു. യുദ്ധക്കപ്പൽ തകർക്കുകയും 90ഓളം നാവികരെ വധിക്കുകയും ചെയ്ത US നടപടിയിൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഇസ്രായേലിനും US സൈനിക താവളങ്ങൾക്കും അയൽ രാജ്യങ്ങൾക്കും നേരെ ഇറാൻ പുതിയ ആക്രമണ പരമ്പരകൾ തന്നെ അഴിച്ചുവിടുകയായിരുന്നു. കപ്പൽ തകർത്ത നടപടിയിൽ അമേരിക്ക വളരെയധികം ഖേദിക്കേണ്ടി വരുമെന്ന് ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ 6 ദിവസമായി ഇസ്രായേലും USഉം ഇറാനിലെ കേന്ദ്രങ്ങളിൽ ആക്രമണം തുടരുന്നതിനിടയിലാണ് ഇറാന്റെ ഭാഗത്തുനിന്നും വ്യാപകമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അതേസമയം സൗദി തലസ്ഥാന നഗരത്തിന് സമീപം അൽ ഖർജിലെ അമീർ സുൽത്താൻ എയർബേസ് ലക്ഷ്യമിട്ട് നടന്ന വൻതോതിലുള്ള വ്യോമാക്രമണ ശ്രമങ്ങളെ പ്രതിരോധ മന്ത്രാലയം വിജയകരമായി പരാജയപ്പെടുത്തി. 5 ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും 6 ഡ്രോണുകളും തടഞ്ഞു. വെള്ളിയാഴ്ചയാണ് ഔദ്യോഗിക പ്രസ്താവന പുറത്തുവന്നത്. അമീർ സുൽത്താൻ എയർബേസിന് നേരെ തൊടുത്തുവിട്ട 3 ബാലിസ്റ്റിക് മിസൈലുകളും അൽ ഖർജ് പ്രവിശ്യയ്ക്ക് കിഴക്കായി 2 ക്രൂയിസ് മിസൈലുകളും പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തകർത്തു. റിയാദിന്റെ കിഴക്കൻ മേഖലയിൽ 3ഉം വടക്കുകിഴക്കൻ മേഖലയിൽ 1ഉം ഡ്രോണുകൾ തകർത്തു. കൂടാതെ കിഴക്കൻ പ്രവിശ്യയിലും അൽ ഖർജിന് കിഴക്കുമായി ഓരോ ഡ്രോണുകൾ വീതവും പ്രതിരോധ സേന വെടിവെച്ചിട്ടു. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായതായി വക്താവ് ചൂണ്ടിക്കാണിച്ചു. അൽ ഖർജ് പട്ടണത്തിന് പുറത്ത് വെച്ച് 3 ക്രൂയിസ് മിസൈലുകളും 3 ഡ്രോണുകളും കഴിഞ്ഞ ദിവസം വെടിവെച്ചിട്ടിരുന്നു. ഇതിനു പുറമെ അൽ ജൗഫിന് കിഴക്കായി മറ്റൊരു ഡ്രോണും തകർത്തു. വർദ്ധിച്ചു വരുന്ന ഭീഷണികളെ നേരിടാൻ സൗദി വ്യോമ പ്രതിരോധ സേന പൂർണ്ണ സജ്ജമാണെന്നും ഏത് തരത്തിലുള്ള പ്രകോപനങ്ങളെയും നേരിടാൻ രാജ്യം തയ്യാറാണെന്നും മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി വ്യക്തമാക്കി.